ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പിയാണ് കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുകിട്ട് വറുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. ഏലക്ക, പിന്നെ കറുവാപ്പട്ട, അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതും ചേർത്തതിന് ശേഷം നല്ലപോലെ കരിഞ്ഞു പോവാതെ പെട്ടെന്നൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ചെറിയ തീ വെച്ചാൽ മതി. അപ്പോൾ അത് നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി അത്യാവശ്യം ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്തോളൂ കേട്ടോ. പിന്നെ നല്ലപോലെ പൊടികൾ കരിഞ്ഞു പോവാതെ പെട്ടെന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി വേവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി വെന്തോന്ന് നോക്കിയാലോ? ഇപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് മസാല എല്ലായിടത്തേക്ക് ആവുന്നിടം പോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണം. ചിക്കനിന് വെള്ളം ഉണ്ടാവും, എന്നാലും നമുക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും ചേർത്തിട്ട് ഇനി നമുക്കിത് നല്ലപോലെ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിലല്ല, മീഡിയം. ഒന്ന് തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊരു 3/4 വേവായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ മസാല എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.
തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.